സിനിമ 4K ഇറക്കിയതിന് വളരെ സന്തോഷമുണ്ട്. അടിപൊളി സിനിമ. അത് കാണണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്ത് മിസ്സായതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അത് റീമാസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഡോൾബി അറ്റ്മോസിൽ 4K ക്ലാരിറ്റിയിൽ ഇറക്കിയിരിക്കുന്നത്. ഇന്ന് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അതീതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ തന്നെ 2 മണിക്കൂർ നമ്മൾ എൻഗ്രോസിംഗ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്കെല്ലാം ഒരു അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമ്മുടെ ആയുർവേദം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു മലയാള സിനിമയിലും നമ്മുടെ ആ ഒരു പോസിറ്റീവ് പോയിന്റ് ഇതുവരെ വേൾഡ് ഓവർ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇത് നോമിനേഷൻ വരെ, ഓസ്കർ നോമിനേഷൻ വരെ കിട്ടിയൊരു പടമാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ നല്ല നന്മ നിറഞ്ഞ കുറേ കാര്യങ്ങൾ, പിന്നെ ഇന്ന് പ്രസക്തമായ ഡാമിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ മിക്സ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പടമാണ്. എല്ലാവരും ഈ പടം കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയൊക്കെ കാണുന്നത് പോലെ മലയാളത്തിൽ അത് കാണാൻ പറ്റി. നല്ല സിനിമയാണ്. ഇപ്പോൾ ഒരു ഓഡി വണ്ണിൽ ഒരു 4K കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. വളരെ നല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഹോളിവുഡ് സിനിമ കാണുന്നത് പോലെ നമുക്ക് ആ ഒരു ആങ്സൈറ്റി ഒക്കെ തോന്നുന്ന വളരെ നല്ല സിനിമ. നല്ല സിനിമ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ടെക്നിക്കലി ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള റിലീസാണെങ്കിൽ ഗംഭീരം, ഭയങ്കര മേക്കിംഗ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്ലൈമാക്സ്. നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ ഒരു ഭയങ്കര പേടിയുണ്ടല്ലോ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പേടി. ഒരു ഡാം എങ്ങനെയാണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ വിഷ്വൽ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് ഒരു സിനിമയിലൂടെ നമുക്ക് വരച്ച് കാണിക്കാൻ ഒരുപാട് എന്താ പറയുക, അതിൻ്റെ ഒരു അതിര് വരുമ്പോഴുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ ഗ്രാഫിക്സിലും പെർഫെക്ഷനിലും ഗംഭീരമാണ്. സംവിധായകൻ സോഹൻ സാർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ആ മലയാളം വെർഷൻ കണ്ടാൽ മാത്രമേ എത്രത്തോളം അതിൻ്റെ പെർഫെക്ഷനിലേക്ക് അത് എത്തും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. കാരണം ഒരു ഡാം നമ്മൾ എല്ലാവരും ഭീതിയോടെ കാണുന്ന, മലയാളികളൊക്കെ ഭീതിയോടെ കാണുന്ന ഒരു മുല്ലപ്പെരിയാർ ഡാം, അത് മേ ബി എന്തെങ്കിലും ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡിസാസ്റ്റർ ഇൻ ദ വേൾഡ്, മേ ബി അത്രത്തോളം ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം നല്ല രീതിയിൽ അത് മേക്കിംഗ് നിന്ന് ഓവറോൾ അവസാനത്തെ ഒരു 20 മിനിറ്റാണ് പടം. ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റ് നമുക്ക് വളരെ സ്ലോലി ഫീൽ ചെയ്യുമെങ്കിൽ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഹോളിവുഡ് ടച്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ആ ലാസ്റ്റ് 20 മിനിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കും. കാരണം മുല്ലപ്പെരിയാർ എന്നുള്ളൊരു വലിയ സംഭവം നമുക്ക് മലയാളികളുടെ മുന്നിലേക്ക് ഒരു ഭയമായി നിൽക്കുന്നു. ഡാം 999 മസ്റ്റ് വാച്ചബിളാണ്, തിയേറ്റർ വാച്ചബിളാണ്, എസ്പെഷ്യലി 4Kയിൽ വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ ഒരു സിനിമ ഞാൻ ജീവിതത്തിലേ കണ്ടിട്ടില്ല. അടിപൊളി സിനിമയാണ്. എനിക്ക് പല അർത്ഥതലങ്ങളും പല ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സിനിമയാണ്, ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതെന്ന് വെച്ചാൽ അച്ഛൻ പറയും അവർ രണ്ടുപേരും കല്യാണമായ ദുരന്തം വരാൻ പോണെന്ന്, പക്ഷെ അത് കേൾക്കാതെ അവൻ ഇതായിട്ട് അടിപൊളി സിനിമയായിരുന്നു. അതിനകത്തൊക്കെ ഇങ്ങനെ കാണാം. ഇനിയിലെ സിനിമ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് സിനിമ? അടിപൊളി സിനിമയാണ്. പുതിയ ജനറേഷന് വേണ്ടി ഡാമുകൾ കെട്ടാതിരിക്കാനും എല്ലാത്തിനുമുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഈ സിനിമയെ പറഞ്ഞിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ള സിനിമ, അടിപൊളിയായിരുന്നു. നല്ല എഡിറ്റിംഗ് എല്ലാം കൊള്ളാം. ഫീലുണ്ടായിരുന്നു. ആ ഒരു ഡെപ്ത് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ഡാം പൊട്ടിയാൽ ഉണ്ടാവുന്ന ഒരു എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അത് വളരെ ഭംഗിയായി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു എന്താ പറയുക, അതിൻ്റെ വീഡിയോ, അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി അത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ല മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 4Kയിൽ നൈസായിരുന്നു. എല്ലാവർക്കിൻ്റെ വോയിസൊക്കെ മികവ് എങ്ങനെയുണ്ട്? 4K അടിപൊളി, സൂപ്പർ. ഓഡി വണ്ണിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്ര നാളത്തെ കഷ്ടപ്പാട് ആ പടത്തിൽ എങ്ങനെയാണ് 4K എങ്ങനെയുണ്ടായിരുന്നു? 4K സൂപ്പറായിരുന്നു, സൂപ്പർ. പഴയൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെല്ലാം കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. പക്ഷേ ആരും തിയേറ്ററിൽ വന്ന് കാണാൻ മാത്രം ഒന്നുമില്ല. ഫോണിൽ തന്നെ യൂട്യൂബിലോട്ട് അത് മലയാളം ഡബ്ബ് കിട്ടുകയാണെങ്കിൽ കാണുന്നതായിരിക്കും ബെറ്റർ. നമ്മളെ ക്ഷമയെ പരീക്ഷിച്ച ഒരു സിനിമയായി പോയി. വേറെ ഒന്നും പറയാനില്ല.